ഓരോ ദിവസവും ഓരോ രീതിയിൽ രണ്ടോ മൂന്നോ നാലോ പുസ്തകങ്ങളെല്ലാം എന്നെ തേടി വരാറുണ്ട്. പ്രിയപ്പെട്ട ഒരാൾ അയച്ചു തന്ന കുറച്ച് പുസ്തകങ്ങളാണ്. അംബേദ്കറുടെ കൃതികളുടെ മലയാള പരിഭാഷയാണത്. ആരായിരുന്നു തൊട്ടുകൂടാത്തവർ, എന്തുകൊണ്ട് അവർ തൊട്ടുകൂടാത്തവരായി? എൻ്റെ ആത്മകഥ, എൻ്റെ ശബ്ദം, എൻ്റെ ജീവിതം. ആരായിരുന്നു ശൂദ്രർ? ഇന്ത്യൻ ആര്യ സമൂഹത്തിലെ നാലാം വർണ്ണമായി അവർ മാറിയതെങ്ങനെ എന്ന ബുദ്ധനും അദ്ദേഹത്തിന്റെ ധർമ്മവും എന്ന് പറയുന്ന ഈ ഒരു കൃതി, ഒരു വിസക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന ജാതി ഉന്മൂലനം മഹാത്മാഗാന്ധിജിക്കുള്ള മറുപടി എന്ന ഈ ഒരു കൃതി, ഇങ്ങനെ ഒരു 6ഓളം പുസ്തകങ്ങളാണ്. ഇത് ഇംഗ്ലീഷിൽ നിന്നും ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി തർജ്ജമ ചെയ്യപ്പെട്ടതാണെന്നുള്ള ഒരു പറയപ്പെടുന്നുണ്ട്. സത്യത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏത് ട്രാൻസ്ലേഷനാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും വായിച്ചതിന് ശേഷം ഈ പുസ്തകം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നതാണ്. ഏത് ട്രാൻസ്ലേഷൻ എന്നുള്ളതിൻ്റെ ഉപരി അംബേദ്കർ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ആശയങ്ങളും കൃതികളും അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങളുമെല്ലാം ഇന്ത്യൻ കാലാവസ്ഥയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ വായിക്കേണ്ടതുണ്ട്, നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൽ അല്പം ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അതിൻ്റെ വിവർത്തനത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആശയധാരകൾക്ക് കോട്ടം തട്ടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ഏതായാലും വായനയ്ക്ക് ശേഷം ഓരോ പുസ്തകത്തെക്കുറിച്ചും വിശദമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. കഴിയുന്നതും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, അംബേദ്കറിൻ്റെ രചനകളടക്കമുള്ള ഇന്ത്യൻ കാലാവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റുന്ന, ഇന്ത്യൻ ചരിത്രത്തെ, നമ്മുടെ ഭൂതകാലത്തിൻ്റെ കരുത്തുറ്റ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ, നമ്മുടെ ഭൂതകാലത്ത് ഉണ്ടായ കരുത്തുറ്റ കാലഘട്ടമാണ് ഇന്ന് നമുക്ക് നിലനിൽപ്പ് സാധ്യമാക്കിയത്. ആ നിലനിൽപ്പ് നമുക്ക് എവിടെയെങ്കിലും പാകപ്പഴ സംഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തിനും അപ്പുറത്തേക്ക് ജീവിച്ചു പോവാൻ മനുഷ്യന് സാധ്യമല്ലാത്ത രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ പോകുന്നുണ്ടെങ്കിൽ, മനുഷ്യന് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നു, അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്, എതിർക്കേണ്ടതുണ്ട്, വിമർശിക്കേണ്ടതുണ്ട്. അത് ഏതൊരു സംഭവമാണെങ്കിലും അതിന് ജാതി, മത, വർഗ, ഗോത്ര, ലിംഗ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. കാരണം ആത്യന്തികമായിട്ട് ഇവിടെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമാകുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നും അനേകം മനുഷ്യരുടെ മജ്ജയും മാംസവും രക്തവും ജീവനുമെല്ലാം നൽകി പടുത്തുയർത്തപ്പെട്ട ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. ഉപരോധങ്ങളും പ്രത്യാഘാതങ്ങളുമെല്ലാം അനുഭവിച്ച് മുന്നേറിയ ഒരു ജനതയാണ് നമ്മൾ. പലതും നമ്മൾ നേടിയെടുത്തതാണ്, ആരും നമുക്ക് തന്നതല്ല. നമ്മൾ സമരങ്ങളും സ്വന്തം ജീവനും നൽകിക്കൊണ്ടാണ് നമ്മൾ പലതും നേടിയെടുത്തത്. പലതും